ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു വെള്ളക്കടല കൊണ്ടുള്ള ഒരു മസാലയാണ്. ഇതിനു മുമ്പ് ഞാനൊരു വെള്ളക്കടല കൊണ്ടുള്ള ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് പോയി കാണണേ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം അതിനുവേണ്ടി നമ്മുടെ വെള്ളക്കടല മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് വെള്ളക്കടല കുതിർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പം അതിനുവേണ്ടി നമുക്കൊരു പാത്രം ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള എല്ലാം നന്നായിട്ട് വഴണ്ടൊരു ബ്രൗൺ കളറാവണം, അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇടുകയാണ്. ഇത് ഞാൻ ഇവിടെ തന്നെ വറുത്ത് പൊടിച്ചതാണ്. ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 മീഡിയം സൈസ് ടൊമാറ്റോ അരച്ച് വെച്ചിട്ടുണ്ട്, ടൊമാറ്റോ പ്യൂരി, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെയും കൂടെ പച്ച ചുവയൊന്ന് നന്നായിട്ട് മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ച ചുവയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, ഇതിലേക്ക് ഞാൻ ഒരു 2 കപ്പ് തേയില വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പക്ഷെ അതെൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ മിസ്സായിപ്പോയി. ആ ഭാഗം വീഡിയോയിൽ കാണിക്കുന്നില്ല, അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, സോറി. ഞാൻ തേയില വെള്ളം ഒഴിച്ചത് കറിക്ക് നല്ലൊരു കളറും പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ടാവാൻ വേണ്ടിയാണ്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഞാനൊരു 2 കപ്പ് വെള്ളത്തിൽ 2 ടീസ്പൂൺ തേയില ഇട്ട് തിളപ്പിച്ചിട്ടാണ് തേയില വെള്ളം എടുത്തിരിക്കുന്നത്. ഇതിലേക്കൊരു 2 പച്ചമുളകും കൂടി ഇപ്പോൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. മസാല അങ്ങനെ പാകത്തിന് കുറുകിയിരിക്കുന്നുണ്ട്, നല്ലൊരു കളറൊക്കെ ഉണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 1/2 സ്പൂൺ കൂടി നമ്മൾ പൊടിച്ചു വെച്ച ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ലൊരു മണം ഉണ്ടാവും. തീ ഓഫ് ചെയ്യാം, ഒരുപാട് കുറുകി പോകണ്ട. ഇതിലേക്ക് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കടല മസാല റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ.